രണ്ടു തവളകൾ. കൂട്ടുകാരെ, ഈ കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു മനോഹരമായ കാട്ടിൽ കുറെ തവളകൾ ഒരു വലിയ കുളത്തിൽ സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. അവരൊക്കെ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ കാട് ചുറ്റിക്കാണാൻ ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ചാടി മുന്നോട്ടു പോകുമ്പോൾ അബദ്ധത്തിൽ രണ്ട് തവളകൾ ഒരു പഴയ ആഴമുള്ള കിണറ്റിൽ വീണു. കിണറ്റിന്റെ അരികിലെത്തിയ മറ്റു തവളകൾ അകത്തേക്ക് നോക്കി. ആ കിണർ വളരെ ആഴമുള്ളതായിരുന്നു. അയ്യോ കൂട്ടുകാരെ, നിങ്ങൾക്കിനി പുറത്തു വരാൻ കഴിയില്ല, ഒരു തവള വിളിച്ചു പറഞ്ഞു. നിങ്ങൾ വെറുതെ ശ്രമിക്കണ്ട, അത്രയും ആഴത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല, മറ്റു തവളകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു. കിണറ്റിൽ വീണ രണ്ട് തവളകളും വളരെ ദുഃഖത്തോടെ മുകളിലേക്ക് നോക്കിയിരുന്നു. ഒരു തവള പറഞ്ഞു, നമുക്കൊന്ന് ശ്രമിച്ചാലോ? അങ്ങനെ രണ്ടുപേരും കഴിയുന്നത്ര ഉയരത്തിൽ ചാടാൻ തുടങ്ങി. പക്ഷേ മുകളിലുണ്ടായിരുന്ന തവളകൾ വീണ്ടും വീണ്ടും വിളിച്ചു പറഞ്ഞു, അയ്യോ നിർത്തു കൂട്ടുകാരെ, നിങ്ങൾക്കിത് ഒരിക്കലും കഴിയില്ല, വെറുതെ ചാടി നിങ്ങൾ വീണുപോകും, അവശരാകുകയും ചെയ്യും. കുറച്ചു നേരം ചാടിക്കഴിഞ്ഞപ്പോൾ ഒരു തവള അവരുടെ വാക്കുകൾ വിശ്വസിച്ചു. അവന്റെ ധൈര്യം നഷ്ടപ്പെട്ടു. അവൻ ചിന്തിച്ചു, അവർ പറയുന്നത് ശരിയായിരിക്കാം. അങ്ങനെ അവൻ തന്റെ ശ്രമം ഉപേക്ഷിച്ചു. പാവം തവള സങ്കടത്തിലും നിരാശയിലുമാണ്ട് അവൻ കിണറിന്റെ അടിയിലേക്ക് വീണു. എന്നാൽ മറ്റേ തവള നിർത്തിയില്ല. അവൾ വീണ്ടും വീണ്ടും ചാടി. അത് കണ്ട മുകളിലുള്ള തവളകൾ കൂടുതൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, നിർത്തു, അപകടമാണ്, നിനക്കിത് ഒരിക്കലും കഴിയില്ല. എന്നാൽ ആ തവള കൂടുതൽ ശക്തിയോടെ ചാടിക്കൊണ്ടേയിരുന്നു. അവസാനം അവൾ തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഒരു വലിയ ചാട്ടം നടത്തി. അത്ഭുതം തന്നെ, അവൾ കിണറിന്റെ വക്കിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ അവൾ കിണറിന്റെ അരികിലെത്തി പുറത്തേക്ക് ഒറ്റച്ചാട്ടം. എല്ലാ തവളകളും അതിശയത്തോടെ അവളെ നോക്കി. ഒരു തവള ചോദിച്ചു, ഞങ്ങൾ ഇത്രയും നേരം നിന്നോട് നിർത്താൻ പറഞ്ഞിട്ടും നീ എന്തുകൊണ്ട് കേട്ടില്ല? ആ തവള വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. എന്നിട്ട് അവൾ പറഞ്ഞു, എന്നെ സഹായിച്ചതിന് എല്ലാവർക്കും നന്ദി. മറ്റു തവളകൾ ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടു നിന്നു. നന്ദിയോ? എന്തിനാണ്? അവർ ചോദിച്ചു. നിങ്ങളൊക്കെ കിണറിന്റെ മുകളിൽ നിന്ന് എനിക്കായി എന്തൊക്കെയോ പറയുകയും കൈവീശുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ധൈര്യം കൈവിടാതെ വീണ്ടും വീണ്ടും ചാടിയത്. ഞാൻ നിങ്ങൾക്ക് വീണ്ടും നന്ദി പറയുകയാണ്. മറ്റു തവളകൾ പരസ്പരം നോക്കി. അങ്ങനെ അവൾ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തന്റെ വഴിയിലൂടെ ചാടിപ്പോയി. വീണ്ടും തവളകൾ പരസ്പരം നോക്കി. അപ്പോൾ ഒരാൾ പതുക്കെ പറഞ്ഞു, പക്ഷേ ഞങ്ങൾ നിന്നെ പ്രോത്സാഹിപ്പിച്ചില്ലല്ലോ. അപ്പോഴാണ് എല്ലാ തവളകൾക്കും മനസ്സിലായത്, ആ തവളയ്ക്ക് കേൾവിശക്തിയില്ലായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവരുടെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ അവൾ കേൾക്കാതിരുന്നത്. എല്ലാ തവളകളും ഒരു നിമിഷം നിശബ്ദരായി. അവരുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ തകർക്കാനും ഉയർത്താനും കഴിയുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. കൂട്ടുകാരെ, ഈ കഥ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? മറ്റുള്ളവരുടെ നെഗറ്റീവായ വാക്കുകൾ നമ്മെ ഒരിക്കലും പിന്നോട്ട് നയിക്കരുത്. ആത്മവിശ്വാസത്തോടെയും നിരന്തര പരിശ്രമത്തോടെയും മുന്നോട്ടു പോയാൽ വിജയം നേടാൻ സാധിക്കും. മറ്റുള്ളവരുടെ നിരുത്സാഹപ്പെടുത്തുന്ന ഓരോ വാക്കും നമ്മെ ഒരിക്കലും പിന്നോട്ട് നയിക്കരുത്. അതിലുപരിയായി നാം നമ്മുടെ സ്വന്തം കഴിവിൽ വിശ്വസിക്കേണ്ടതുണ്ട്.